അപ്പ എത്തിയിട്ടുണ്ട്. എന്റെ മാലാഹ കുഞ്ഞു ആ കുട്ടിപ്പിശാചും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ മോനെ പൊളച്ചം വക്കില്ലേ, കേസിൽ നമ്മൾ ജയിച്ചോടാ. കേസാവുമ്പോ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. അപ്പൊ തോറ്റൂന്ന് സാരം. എടാ നീ പഠിച്ചത് ഇവള് പഠിച്ചത് ഒരേ പുസ്തകം തന്നെയല്ലേ? എന്നിട്ട് ഒരു കേസിലെങ്കിലും ഇവിടെ തോപ്പിക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോടാ മരക്കിഴങ്ങ? എന്നാ ചൂടാടിയത്? നിനക്ക് നാരിയിട്ട് കൊണ്ടുവന്നൂടെ? അതേടാ, ചൂട് കൂടുവടാ, ചൂട് കൂടും. കേസിൽ തോക്കുമ്പോ ചൂട് കൂടും. കൊച്ചേട്ടൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നല്ല ആർഗ്യുമെന്റ്സ് ആയിരുന്നു. പലപ്പോഴും ഞാൻ വെള്ളം കുടിച്ചു പോയി. പിന്നെ എന്റെ ദൈവാധീനം കൊണ്ട് തെളിവുകൾ എനിക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജയിച്ചതും കുരിശ് വീട്ടിൽ ഭാവിയെ കോടതി വെറുതെ വിട്ടതും. തേയിലയും ചെമ്മീനും കച്ചവടം നടത്തുന്ന അപ്പന് ഇന്ത്യൻ പീനൽ കോഡിലെ ലൂപ്പ് ഹോളിനെ കുറിച്ച് വല്ലതും അറിയാവോ? അതേടാ, അപ്പൻ ചെമ്മീനും തേയിലയും വിറ്റ് അങ്ങ് താഴേന്ന് വന്നതാ. അപ്പനെ ഈ വയസ്സുകാലത്ത് പൊന്നുമ്പോ നിയമത്തിന്റെ ഹോൾ പഠിപ്പിക്കാൻ വരല്ലേ? എടാ കിഴങ്ങേശ്വര, ആ പീനൽ കോൾ അറിയത്തില്ലെങ്കിലും നിന്റെ പൈനൽ കോൾ എനിക്കറിയാം. ചവിട്ടിയാൻ നടുപൊടിക്കും. അപ്പനൊന്നും മിണ്ടായിരുന്നേ. അല്ല പിന്നെ തോറ്റം വന്ന് ചൊറിയുന്നത് കണ്ടില്ലേ? മോൻ തോറ്റാലും മോള് ജയിച്ചില്ലേ? അവളെ കൊണ്ടാകാവുന്ന പണി അവളും തന്നേച്ചു പോയി. മോളെ, നീ വക്കീല് പണിയിൽ മിടുക്കത്തിയായി കാണുന്നതിൽ അപ്പന് സന്തോഷമുണ്ട്. പക്ഷേ നിന്റെ ഓരോ മിടുക്കിലും അപ്പന്റെ ശത്രുക്കളാ വളരുന്നത്. അവരൊക്കെ എന്നാ ശത്രുക്കളായത്? നമ്മൾ പാട്ടത്തിനെടുത്ത കൃഷിഭൂമി സംബന്ധമായ കേസും തർക്കമൊക്കെ തുടങ്ങിയതിനു ശേഷമല്ലേ? അതിനു മുൻപ് ഒരേ കുടുംബം പോലെ കഴിഞ്ഞവരാ. ആവശ്യമില്ലാത്ത തർക്കവും മത്സരമൊക്കെ തുടങ്ങി അതിപ്പോ അങ്ങ് പള്ളി പെരുന്നാൾ വരെ എത്തി. സത്യം പറഞ്ഞ പുലിക്കാട്ടിലെ പെണ്ണ് കുരിശു വീട്ടുകാരുടെ കുടുംബ വക്കീലായിട്ട് നടക്കുന്നത് ഞങ്ങൾക്ക് നാണക്കേടാ. നീ ഇനി അവിടുത്തെ കേസൊന്നും എടുക്കാൻ പോടാ. അതെങ്ങനെ വല്യേട്ടാ? ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നത് തന്നെ വക്കീലമ്മയുടെ ജൂനിയർ ആയിട്ടാണ്. എനിക്ക് സ്വതന്ത്രമായി കേസ് വാദിക്കാൻ അവസരം തന്നതും വക്കീലമ്മയാ. വക്കീലമ്മയുടെ കെയർ ഓഫിലുള്ള എല്ലാ കേസുകളും ഇപ്പൊ കൈകാര്യം ചെയ്യുന്നതും ഞാനാ. കുടുംബ വഴക്കിന്റെ പേരിൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോരാൻ എനിക്ക് പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും അവരെന്നെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവരാ. അത് അവള് പറയുന്നത് ന്യായമാ. അഡ്വക്കേറ്റ്സിന്റെ പ്രൊഫഷൻ അങ്ങനെയാ. അച്ചാരം വാങ്ങുന്നിടത്ത് നിന്ന് പൊരുതണം. എതിര് നിൽക്കുന്ന ആരാണെന്ന് നോക്കാതെ പൊരുതണം. അവളും അത്രേ ചെയ്യുന്നുള്ളൂ അല്ലേ? പക്ഷെ നിന്റെ കുരിശു വീട്ടുകാർ മത്സരം ജയിച്ചെങ്കിലും ഇത്തവണ പള്ളി പെരുന്നാൾ നടത്തുമെന്ന് നീ വിചാരിക്കണ്ട. നിന്റെ വക്കീലമ്മ ഞങ്ങളുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തുന്നത് നീ കണ്ടോ? വക്കീലമ്മ മുട്ടുകുത്തുന്ന കാണണമെങ്കിൽ കൊച്ചേട്ടൻ പള്ളിയിലെ കുർബാനയുടെ നേരത്തെ അങ്ങോട്ട് ചെന്നാൽ മതി. അല്ലാതെ അവരെ മുട്ടുകുത്തിക്കാൻ ആർക്കും സാധിക്കില്ല. അതിനുള്ള വകുപ്പൊക്കെ കണ്ടുവച്ചിട്ട് തന്നെയാണ് നിന്റെ കൊച്ചാട്ട മീൻ പിളക്കുന്നത്. അതെന്താടാ? അപ്പൊ അത് എതിർഭാഗം വക്കീലൊന്നും അപ്പുറത്തേക്ക് പോയാട്ടെ. ഇവിടെ വിശ്വസിക്കാൻ കൊള്ളൂല. ഇപ്പൊ തന്നെ ഈ ന്യൂസ് കൊണ്ട് അപ്പുറത്ത് കൊടുക്കും. വകുപ്പുകളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്.